ഓക്കെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് 4 ചാമ്പേഴ്സ് ആണുള്ളത്. റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ. അപ്പൊ എപ്പോഴും ഹൃദയത്തിന്റെ റൈറ്റ് സൈഡിൽ ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും ഉണ്ടാവുക. ഇംപ്യൂർ ബ്ലഡ്. ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും പ്യുവർ ബ്ലഡ് ആണ് ഉണ്ടാവുക. പ്യുവർ ബ്ലഡ്. പ്യുവർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നല്ല ശുദ്ധരക്തം. അതേപോലെ ഈ ബ്ലൂ കളർ ഭാഗം നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്നത് ഇംപ്യൂർ ബ്ലഡ് എന്നാണ്. ഇംപ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ആട്രിയത്തിലോട്ട് ഇംപ്യൂർ ബ്ലഡിന് കൊണ്ടുവരുന്നത് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയുമാണ്. ഈ 2 വീനക്കാവകൾ ചേർന്നിട്ട് ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊണ്ടുവരും. ഈ റൈറ്റ് ആട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന ഒരു വാൾവ് ഉണ്ട്. ഇതിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൾവ്. ട്രൈകസ്പിഡ് വാൾവ്. അപ്പൊ റൈറ്റ് ആട്രിയത്തിൽ ബ്ലഡ് നിറയുമ്പോൾ ഈ വാൾവ് അങ്ങോട്ട് തുറക്കും. എന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകിപ്പോകും. ഓക്കെ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ഇംപ്യൂർ ബ്ലഡിനെ നേരെ ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ആളാണ് പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി എന്ത് ചെയ്യും? ഈ ഇംപ്യൂർ ബ്ലഡിനെ നേരെ ലങ്സിലോട്ട് കൊണ്ടുപോകും. ഇത് മനസ്സിലായി മോൾക്ക്? മനസ്സിലായി. ആ, പൾമനറി ആർട്ടറി ലങ്സിലോട്ട് കൊണ്ടുപോകും. പൾമനറി ആർട്ടറി ലങ്സിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ലങ്സ് ഉണ്ട്. ഈ ലങ്സ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതിലുള്ള അശുദ്ധ സാധനങ്ങളെ മുഴുവൻ കളഞ്ഞിട്ട് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. എന്നിട്ട് ആ പ്യൂരിഫൈഡ് ബ്ലഡ് വീണ്ടും ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് വരും. ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് വരും. ഈ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പ്യൂരിഫൈഡ് ബ്ലഡിനെ കൊണ്ടുവരുന്നത് പൾമനറി വെയിൻസ് ആണ്. പൾമനറി വെയിൻസ്. ഇതാണ് പൾമനറി വെയിൻസ്. ഈ പൾമനറി വെയിൻസ് ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പ്യുവർ ബ്ലഡിനെ കൊണ്ടുവരും. ഈ ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന ഒരു വാൾവ് ഉണ്ട് ഇവിടെ. ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന ഒരു വാൾവ് ഉണ്ട്. ഈ വാൾവിന്റെ പേരാണ് ബൈകസ്പിഡ് വാൾവ്. ബൈകസ്പിഡ് വാൾവ്. ഈ ബൈകസ്പിഡ് വാൾവ് തുറക്കും. അപ്പോൾ ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ബ്ലഡ് നേരെ ലെഫ്റ്റ് വെൻട്രിക്കിളോട്ട് ഒഴുകും. ഓക്കെ. അപ്പൊ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് വരുന്നത് ലെഫ്റ്റ് ഭാഗത്തേക്ക്. ഇംപ്യൂർ ബ്ലഡ് ഇരിക്കുന്നത് റൈറ്റ് ഭാഗത്താണ്. ഓക്കെ. ഇനി ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് നേരെ എങ്ങോട്ട് പോകുന്നറിയോ? ശരീരത്തിന്റെ പല ഭാഗങ്ങളിലോട്ട് കൊണ്ടുപോകും. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലോട്ടും ബ്ലഡ് കൊണ്ടുപോകുന്നത് ഈ കണ്ട ഈ വലിയൊരു ആർട്ടറി ഉണ്ട്. ഈ വലിയ ആർട്ടറിയുടെ പേരാണ് അയോട്ട. അയോട്ട. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഹൃദയത്തിന് 4 വാൾവ് ഉണ്ട്. ഒന്ന് ട്രൈകസ്പിഡ് വാൾവ്, രണ്ടാമത്തത് ബൈകസ്പിഡ് വാൾവ്. ട്രൈകസ്പിഡ് വാൾവ് എവിടെയാണ് ഇരിക്കുന്നത്? ട്രൈകസ്പിഡ് വാൾവ് റൈറ്റ് ആട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന വാൾവാണ്. ഇനി ബൈകസ്പിഡ് വാൾവ് ഇരിക്കുന്നത് ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന വാൾവാണ്. കണ്ടാ? ട്രൈകസ്പിഡ് വാൾവ്, ബൈകസ്പിഡ് വാൾവ്. ബൈകസ്പിഡ് വാൾവിന്റെ മറ്റൊരു പദമാണ് മിട്രൽ വാൾവ്. മിട്രൽ വാൾവ്. ഇനി ഒരു വാൾവും കൂടിയുണ്ട്, സെമി ലൂണാർ വാൾവ്. സെമി ലൂണാർ വാൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർദ്ധചന്ദ്രക്കല, അല്ലെ? ഒരു ചന്ദ്രക്കലയുടെ ഒരു ഹാഫ് മൂണിന്റെ ഷേപ്പാണ്. അതിനെയാണ് സെമി ലൂണാർ വാൾവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നോക്കിയേ, റൈറ്റ് ആട്രിയത്തില് ബ്ലഡ് നിറഞ്ഞു. ഇവിടെ ട്രൈകസ്പിഡ് വാൾവ് തുറന്നിട്ട് റൈറ്റ് വെൻട്രിക്കിലോട്ട് ബ്ലഡ് പോയി. ഇനി ഈ ബ്ലഡിനെ പൾമനറി ആർട്ടറി വഴി ലങ്സിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ ഒരു വാൾവ് ഉണ്ട്. പൾമനറി ആർട്ടറിയുടെ അറ്റത്തൊരു വാൾവ് ഉണ്ട്. ഇതിന്റെ പേരാണ് സെമി ലൂണാർ വാൾവ്, അല്ലെങ്കിൽ പൾമനറി വാൾവ് എന്ന് പറയും. ഓക്കെ. ഇനി അതേമാതിരി ഇതില്ലേ, ഈ വലിയ ആർട്ടറി ഇല്ലേ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് വരുന്ന വലിയൊരു ആർട്ടറി, ഈ ആർട്ടറിയുടെ പേരാണ് അയോട്ട. അയോട്ട. അയോട്ടയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും ശുദ്ധരക്തത്തെ എത്തിക്കുന്നത്. ഈ അയോട്ടയുടെ ഈ ഒരു വാൾവ് ഉണ്ട്, അയോട്ടയുടെ അവിടുത്തെ ഒരു വാൾവ് ഉണ്ട്. ഇതിന്റെ പേരാണ് അയോട്ടിക് വാൾവ്. ഇത് പൾമനറി വാൾവ്, ഇത് അയോട്ടിക് വാൾവ്. ഈ 2 വാൾവിനും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെമി ലൂണാർ വാൾവ്. ഒരു ഹാഫ് മൂണിന്റെ ഷേപ്പാണ്. അത് കാരണം കൊണ്ടാണ് ഇതിനെ സെമി ലൂണാർ വാൾവ് എന്ന് പറയുന്നത്. ഇപ്പൊ മക്കള് മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിന് 1, 2, 4 വാൾവ് ഉണ്ട്. ഓക്കെ.
ട്രൈകസ്പിഡ് വാൾവ്, ബൈകസ്പിഡ് വാൾവ്, സെമി ലൂണാർ വാൾവ്. സെമി ലൂണാർ വാൾവിൽ രണ്ടെണ്ണം, പൾമനറി വാൾവും അയോട്ടിക് വാൾവും. ഓക്കെ, ബൈകസ്പിഡ് വാൾവിന്റെ മറ്റൊരു പദമാണ് മിട്രൽ വാൾവ്. അപ്പൊ എന്തിനറിയോ വാൾവ് ഉള്ളത്? എന്തിനായിരിക്കും വാൾവ് ഉള്ളത് ഹൃദയത്തിന്? മോളെ, എന്തുകൊണ്ടായിരിക്കും ഹൃദയത്തിന് വാൾവ് ഉള്ളത്? എന്തുകൊണ്ടായിരിക്കും? ചെൽ ഉം. ഐഡിയ ഇല്ല. ആഹാ. ഈ ബ്ലഡ് ഒഴുകുന്ന സമയത്ത് ബ്ലഡ് തിരിച്ചു ഒഴുകാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ നോക്കിയേ, ഈ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഈ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡിനെ കൊണ്ടുവരും. ഈ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഒഴുകണം എന്നുണ്ടെങ്കിൽ ഈ ട്രൈകസ്പിഡ് വാൾവ് തുറക്കണം. ഈ വാൾവ് തുറന്നാലേ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഒഴുകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വാൾവ് തുറന്നിട്ട് ഈ ബ്ലഡ് ഒഴുകുന്ന സമയത്ത് തിരിച്ച് ഈ ബ്ലഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാൾവ് ഉള്ളത്. ഓക്കെ, റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഒഴുകി കഴിഞ്ഞാൽ ഈ ബ്ലഡ് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വാൾവ് ഉള്ളത്. ഈ ബ്ലഡ് ഫ്ലോയുടെ ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാൾവ് ഉള്ളത്. അതേപോലെ ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന ഒരു വാൾവ് ഉണ്ട്. ഇതിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൾവ്, ബൈകസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മിട്രൽ വാൾവ് എന്ന് പറയും. അപ്പൊ ഈ ബ്ലഡ് തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാൾവ് ഉള്ളത്. അപ്പൊ എന്തിനാണ് വാൾവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വാൾവ്സ് വിൽ allows the flow of blood only in one direction. ഒരു ഡയറക്ഷനിൽ ബ്ലഡ് ഒഴുകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വാൾവ് ഉള്ളത്. ഓക്കെ, ദേ വിൽ പ്രിവെന്റ് ബാക്ക് ഫ്ലോ, ബാക്കിലോട്ട് ബ്ലഡ് ഒഴുകാതിരിക്കാൻ സഹായിക്കും. ഓക്കെ, ഇനി കണ്ട ട്രൈകസ്പിഡ് വാൾവ് ഞാൻ നേരത്തെ കാണിച്ചു. കണ്ട, ഇങ്ങനെ 3 കസ്പുള്ള വാൾവാണ്. 3 കസ്പുള്ള വാൾവുകളെയാണ് ട്രൈകസ്പിഡ് വാൾവ് ഉള്ളത്. അപ്പൊ എക്സാമിന് ചോദിക്കും, എവിടെയാണ് ട്രൈകസ്പിഡ് വാൾവ് ഉള്ളത്? എവിടെയാണ് ട്രൈകസ്പിഡ് വാൾവ് ഉള്ളത്? ട്രൈകസ്പിഡ് വാൾവ് ഈസ് ബിറ്റ്വീൻ ദ റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ആട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൾവിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ? ട്രൈകസ്പിഡ് വാൾവ്. വലത്തേ വശത്താണ് ട്രൈകസ്പിഡ് വാൾവ് ഉള്ളത്. ഇനി ചിലപ്പോൾ ചോദിക്കും, ബൈകസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മിട്രൽ വാൾവ് എവിടെയുള്ളത്? മിട്രൽ വാൾവ് ഉള്ളത് ലെഫ്റ്റ് ആട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലാണ്. ലെഫ്റ്റ് ആട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൾവിനെയാണ് മിട്രൽ വാൾവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൾവ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ട 2 കസ്പാണുള്ളത്. ഇനി ഓക്കെ, അത്രയേ ഉള്ളൂ ട്ടാ. ഇനി സെമി ലൂണാർ വാൾവ്. സെമി ലൂണാർ വാൾവ് എവിടെയായിരുന്നു? ഹാഫ് മൂൺ ഷേപ്പ്ഡ് ആണ് അല്ലെ, അർദ്ധചന്ദ്രക്കല ഷേപ്പുള്ള വാൾവിനെയാണ് സെമി ലൂണാർ വാൾവ് എന്ന് പറയുന്നത്. ഒരു സെമി ലൂണാർ വാൾവ് ഉള്ളത് പൾമനറി ആർട്ടറിയുടെ അറ്റത്ത്, മറ്റേ സെമി ലൂണാർ വാൾവ് ഉള്ളത് അയോട്ടയുടെ അറ്റത്ത്, അയോട്ട. ഓക്കെ, അയോട്ടിക് വാൾവും പൾമിനറി വാൾവും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ എന്തുള്ളത് സെമി ലൂണാർ വാൾവ് ഉണ്ടാക്കുന്നത്. അപ്പൊ പൾമനറി വാൾവ് എവിടെയാന്ന് ചോദിക്കും. പൾമനറി വാൾവ് ഉള്ളത് പൾമനറി ആർട്ടറിയുടെ അറ്റത്താ. ഇതാണ് പൾമനറി ആർട്ടറി. കണ്ടാ, ഇതാണ് പൾമനറി ആർട്ടറി. ഈ പൾമനറി ആർട്ടറിയാണ് ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നത്. അശുദ്ധ രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പൾമനറി ആർട്ടറിയാണ് ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഈ പൾമനറി ആർട്ടറി എവിടെയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, പൾമനറി ആർട്ടറിയുടെ മുകളിൽ കാണപ്പെടുന്ന വാൾവ് ഏതാ? പൾമനറി വാൾവ്. അല്ലെങ്കിൽ പൾമനറി വാൾവ് എവിടെയാ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പൾമനറി ആർട്ടറിയിൽ. ഓക്കെ, ഇനി അയോട്ടിക് വാൾവ് എവിടെയാ ചോദിച്ചു കഴിഞ്ഞാൽ അയോട്ടയുടെ അടുത്ത്. ട്ടാ, കണ്ടാ, ഇതാണ് അയോട്ട. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശുദ്ധരക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ട് എത്തിക്കുന്നത് അയോട്ടയാണ്. അയോട്ട ഈസ് ദ ലാർജസ്റ്റ് ആർട്ടറി. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും വലിയ ആർട്ടറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോട്ടയാണ്. ഓക്കെ, ഹൃദയത്തിൽ നിന്ന് വരുന്ന വലിയൊരു പമ്പാണ് ആര്? അയോട്ട. ഈ പമ്പ് പൊട്ടിക്കഴിഞ്ഞാല് നമ്മൾ മരിച്ചു പോകും. അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ഇയാളാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും ബ്ലഡ് എത്തിക്കുന്നത്. ഓക്കെ, സോ അയോട്ടയുടെ മുകളിൽ അയോട്ടയുടെ വാൾവിന്റെ പേരാണ് അയോട്ടിക് വാൾവ്. സോ അയോട്ടിക് വാൾവ് തുറന്നാലേ അയോട്ടയുടെ അകത്തോട്ട് ബ്ലഡ് കയറുള്ളൂ. പൾമനറി വാൾവ് തുറന്നാലേ പൾമനറി ആർട്ടറിയുടെ അകത്തോട്ട് ബ്ലഡ് കയറുള്ളൂ. ഓക്കെ, സോ വാൾവ് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ അകത്തോട്ട് ബ്ലഡ് കയറുള്ളൂ. അപ്പൊ മക്കള് മനസ്സിലാക്കുക, നമ്മുടെ ബോഡിയിൽ 4 വാൾവുകളാണ്. ഒന്ന്
ട്രൈകസ്പിഡ് വാൾ ബിറ്റ്വീൻ ദ റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. രണ്ടാമത്തത് ബൈകസ്പിഡ് വാൾ അല്ലെങ്കിൽ മിട്രൽ വാൾ. അത് കാണുന്നത് ലെഫ്റ്റ് ആട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലാണ്. മൂന്നാമത്തെ വാൾവ് സെമി ലൂണാർ വാൾവ്. അതിൽ രണ്ടെണ്ണം, പൾമനറി വാൾവ് ഉണ്ട്, അയോട്ടിക് വാൾവ് ഉണ്ട്. പൾമനറി വാൾവ് കാണുന്നത് പൾമനറി ആർട്ടറിയുടെ അറ്റത്ത്, അയോട്ടിക് വാൾവ് കാണുന്നത് അയോട്ടയുടെ അറ്റത്ത്. മനസ്സിലായ മക്കളെ? ഇതൊക്കെ മനസ്സിലായ? സെനക്ക് മനസ്സിലായ? മനസ്സിലായ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, ഇതിന്റെ ആൻസർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, എവിടെയാണ് ബൈകസ്പിഡ് വാൾവ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? എവിടെയാ ബൈകസ്പിഡ്? ആ പറ. Left atrium and left vein. വെരി ഗുഡ്. ബൈകസ്പിഡ് വാൾവ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാ? ലെഫ്റ്റ് ആട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ ട്രൈകസ്പിഡ് വാൾവ് എവിടെയാ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? Right atriumത്തിന്റെയും ആ റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ചിലപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന്റെ ആൻസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് NIOSന്റെ ഫൈനൽ എക്സാമിന് ചിലപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യാം. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പല വെസൽസുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിച്ചു അല്ലെ, റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നത് വീനക്കാവയാ. വീനക്കാവയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ വെയിൻ എന്നറിയപ്പെടുന്നത്. വീനക്കാവ. ഏറ്റവും വലിയ ആർട്ടറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ വെയിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീനക്കാവയാണ്. നമ്മുടെ ശരീരത്തിൽ രണ്ട് വീനക്കാവയുണ്ട്, സുപ്പീരിയർ വീനക്കാവയുമുണ്ട്, ഇൻഫീരിയർ വീനക്കാവയുണ്ട്. പിന്നെ ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറിക്ക് വിളിക്കുന്ന പേരാണ് പൾമനറി ആർട്ടറി. എന്തിനായിരിക്കും ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നത്? ബ്ലഡ് ശുദ്ധീകരിക്കാൻ അല്ലേ? അപ്പൊ ഹൃദയത്തിൽ നിന്ന് ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആർട്ടറിക്കാണ് പൾമനറി ആർട്ടറി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലങ്സ് നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡിനെ തിരിച്ചു കൊണ്ടുവരുന്ന വെയിൻസുകളെ വിളിക്കുന്ന പേരാണ് പൾമനറി വെയിൻസ്. അപ്പൊ പൾമനറി ആർട്ടറി ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകും. ലങ്സിൽ നിന്ന് ശുദ്ധരക്തത്തെ തിരിച്ച് ഹൃദയത്തിലോട്ട് കൊണ്ടുവരുന്നത് പൾമനറി വെയിൻസുകളാണ്. ഇതാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട രക്തക്കുഴലുകൾ. സുപ്പീരിയർ വീനക്കാവയുണ്ട്, ഇൻഫീരിയർ വീനക്കാവയുണ്ട്, പൾമനറി ആർട്ടറി ഉണ്ട്, പൾമനറി വെയിൻസുകൾ ഉണ്ട്, പിന്നെ അയോട്ടയുണ്ട്. ഓക്കെ, അയോട്ടയുണ്ട്. നോക്കിയേ, സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ, ഇവര് റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് കൊടുക്കും. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ട്രൈകസ്പിഡ് വാൾവ് തുറക്കും, എന്നിട്ട് റൈറ്റ് വെൻട്രിക്കിലോട്ട് ബ്ലഡ് പോകും. ഇവിടുന്ന് പൾമനറി വാൾവ് തുറക്കും, പൾമനറി ആർട്ടറി വഴി ലങ്സിലോട്ട് ബ്ലഡ് പോകും. ലങ്സ് ആ ബ്ലഡിനെ ശുദ്ധീകരിക്കും, തിരിച്ച് പൾമനറി വെയിൻസ് വഴി ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് വരും. ലെഫ്റ്റ് ആട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കണക്ട് ചെയ്യുന്ന ബൈകസ്പിഡ് വാൾവ് തുറക്കും, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് അയോട്ട വഴി പുറത്തോട്ട് പോകും. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി പൾമനറി ആർട്ടറി, പൾമനറി വെയിൻസ്, ഇനി അയോട്ട. അപ്പോ സുപ്പീരിയർ വീനക്കാവ മീൻസ് ഓൾറെഡി പറഞ്ഞു, സുപ്പീരിയർ വീനക്കാവ, ഇതാണ് സുപ്പീരിയർ വീനക്കാവ. സുപ്പീരിയർ വീനക്കാവ എന്താ ചെയ്യുക? ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞ ബ്ലഡിനെയാണ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ദേ വിൽ കളക്ട് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം അപ്പർ റീജിയൻസ് ഓഫ് ദി ബോഡി. ശരീരത്തിന്റെ അപ്പർ ഭാഗങ്ങളിൽ നിന്നും ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് സുപ്പീരിയർ വീനക്കാവ. ഇനി ഇൻഫീരിയർ വീനക്കാവ. ഇൻഫീരിയർ വീനക്കാവ എന്താ ചെയ്യുക? They will collect deoxygenated blood from the lower parts of the body and will give it to the right atrium. Okay, so inferior vena cava താഴെയാണ്, superior vena cava മുകളിലാണ് കാണുക. സുപ്പീരിയർ വീനക്കാവ ശരീരത്തിന്റെ അപ്പർ ഭാഗത്ത് നിന്നും ബ്ലഡിനെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ഇൻഫീരിയർ വീനക്കാവ ശരീരത്തിന്റെ താഴ്ഭാഗങ്ങളിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്തിട്ട് റൈറ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ഈ രണ്ട് വീനക്കാവയും കണക്ട് ചെയ്യുന്നത് റൈറ്റ് ആട്രിയത്തിലോട്ടാണ്. ഓക്കെ, റൈറ്റ് ആട്രിയത്തിലോട്ടാണ്. ഇനി
പൾമനറി ആർട്ടറി എന്താ ചെയ്യാതാ? റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. ട്രൈകസ്പിഡ് വാൾവ് തുറന്നിട്ടാണ് റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഒഴുകുന്നത്. റൈറ്റ് വെൻട്രിക്കിള് പൾമനറി വാൾവ് അങ്ങോട്ട് തുറപ്പിക്കും, എന്നിട്ട് പൾമനറി ആർട്ടറിയിലോട്ട് ബ്ലഡ് കൊണ്ടുപോകും അല്ലേ? സോ നമുക്ക് പറയാം ദേ വിൽ ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ദ ലങ്സ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നത് ആരാ? പൾമനറി ആർട്ടറി. ഇവിടെ നിങ്ങളൊരു പോയിന്റ് കൂടി പഠിക്കണം. എല്ലാ ആർട്ടറികളിലും ശുദ്ധരക്തമാണ് ഉണ്ടാവുക. All the arteries will carry pure blood except pulmonary artery. പൾമനറി ആർട്ടറിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ ഉണ്ടാവുക? ഏത് ബ്ലഡ് ഉണ്ടാവുക മക്കളെ? ഓക്സിജനേറ്റഡ് ആണോ ഡീഓക്സിജനേറ്റഡ് ആണോ? ശുദ്ധരക്തമാണോ അശുദ്ധരക്തമാണോ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഉണ്ടാവുക കേട്ടോ. ഇനി പൾമനറി വെയിൻസ് എന്താ ചെയ്യുക? ഇതാണ് പൾമനറി വെയിൻസ്. ഈ പൾമനറി വെയിൻസ് ലങ്സിൽ നിന്ന് ശുദ്ധരക്തത്തെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് കൊണ്ടുവരും. സോ നമുക്ക് പറയാം എല്ലാ വെയിൻസുകളിലും ഉള്ളത് ഇംപ്യൂർ ബ്ലഡ് ആണ്. എല്ലാ വെയിൻസുകളിലും ഉള്ളത് ഇംപ്യൂർ ബ്ലഡ് ആണ്. പക്ഷെ പൾമനറി വെയിൻസുകളിൽ ഉള്ളത് എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ പ്യൂർ ബ്ലഡ് ആണ്. സോ ഇവർ എന്താ ചെയ്യുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ നിന്നും ആർക്ക് കൊടുക്കും? ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കും. ഓക്കെ, ഇനി ഇയാളാണ് നമ്മുടെ അയോട്ട. അയോട്ട ഈസ് ദ ലാർജസ്റ്റ് വെയിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. ലാർജസ്റ്റ് വെയിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അയോട്ടയാണ്. അയോട്ട കേട്ടോ. ഇനി ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് അല്ലേ? ഫുൾ ടൈം വർക്ക് ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ജനിച്ച മുതൽ നമ്മുടെ മരണം വരെ ഒരു റെസ്റ്റും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് ആര്? നമ്മുടെ ഹൃദയം. അപ്പൊ ഈ ഹൃദയത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഹൃദയ ഹൃദയത്തിന് എന്താ പറയുക, ഹൃദയത്തിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, സോ അതിന് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന, ഹൃദയത്തിന് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം. ഹൃദയത്തിൽ ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ കണ്ടക്റ്റിംഗ് സിസ്റ്റമാണ് ഹൃദയം ഇങ്ങനെ മിടിക്കാൻ സഹായിക്കുന്നത്. ഫുൾ ടൈം നമ്മുടെ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. ഒരു നിമിഷം ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹാർട്ട് സ്റ്റോപ്പ് ആവും, നമ്മൾ മരിച്ചു അല്ലേ? അപ്പോൾ ഈ ഹൃദയത്തെ ഇങ്ങനെ മിടിക്കാൻ സഹായിക്കുന്ന ഈ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം. ഈ കണ്ടക്റ്റിംഗ് സിസ്റ്റം എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പോ ഈ നമ്മുടെ ഹാർട്ടിന്റെ ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റം ആണ് പറയാൻ പോണത്. നിങ്ങൾ എല്ലാവരും ലിസൺ ചെയ്യാം. ഇത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിന് 4 അറകൾ: റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ; ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇവിടെ നമ്മുടെ ട്രൈകസ്പിഡ് വാൾവ് ഉണ്ട്, ഇവിടെ നമ്മുടെ ബൈകസ്പിഡ് വാൾവ് ഉണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ കിടക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിന്റെ ഈ റൈറ്റ് ആട്രിയം ഇല്ലേ, റൈറ്റ് ആട്രിയം, ഈ റൈറ്റ് ആട്രിയത്തിന്റെ അറ്റത്ത് ഒരു ടിഷ്യൂ ഉണ്ട്. റൈറ്റ് ആട്രിയത്തിന്റെ ഏറ്റവും അപ്പർ കോർണറിൽ ഒരു ടിഷ്യൂ ഉണ്ട്. കണ്ട, ഒരു ഡോട്ട് പോലത്തെ സംഭവം കണ്ട? ഇതിന്റെ പേരാണ് എസ്എ നോഡ്. എസ്എ നോഡ് അല്ലെങ്കിൽ സൈനോ ആട്രിയൽ നോഡ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എസ്എ നോഡിൽ നിന്നും വരുന്ന മെസ്സേജുകളാണ്, ഇവിടെ കുറെ എന്തുണ്ട്, നോഡൽ ടിഷ്യൂ ഉണ്ട്. ഈ ഈ ഇവിടെ കുറച്ച് ന്യൂറോൺസുകൾ ഉണ്ട്. ഈ ന്യൂറോൺസുകൾ ഈ റൈറ്റ് ആട്രിയത്തിന്റെ കുറച്ച് തൊട്ട് താഴെയായിട്ട് AV നോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോഡൽ ടിഷ്യൂ ഉണ്ട്. ഈ എസ്എ നോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിഷ്യൂ ഉണ്ട്. ഈ ടിഷ്യൂ എന്ത് ചെയ്യും? AV നോഡിന് മെസ്സേജ് കൊടുക്കും. ഓക്കെ, എസ്എ നോഡ് എന്ത് ചെയ്യും? AV നോഡിന് മെസ്സേജ് കൊടുക്കും. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ആണ്. ഈ ടിഷ്യൂ ആണ് ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്യുന്നത്. എസ്എ നോഡിൽ നിന്നാണ് ഹൃദയം ഇടിക്കണം എന്നുള്ള മെസ്സേജ് മറ്റുള്ളവർക്ക് പാസ് ചെയ്യണത്. സപ്പോസ് എസ്എ നോഡ് വർക്ക് ചെയ്യണില്ലെങ്കിൽ എന്താണ്? ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ വർക്ക് ചെയ്യില്ല. ഒരു ഹൃദയം ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ കൊണ്ടുവരുന്നത് എസ്എ നോഡാണ്. ഓക്കെ, എസ്എ നോഡ് എന്ത് ചെയ്യും? ആ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആർക്ക് കൊടുക്കും? AV നോഡിന് കൊടുക്കും. ഓക്കെ, AV നോഡ് എന്ത് ചെയ്യും? ഇതിവിടെ കുറേ നാര് പോലത്തെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെ? ഇതിന്റെ പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയും. ബണ്ടിൽ ഓഫ് ഹിസ് ബണ്ടിൽ. ഹിസ് എന്നുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഇതിനെ കുറിച്ചിട്ട് ആദ്യം ഡിസ്ക്രൈബ് ചെയ്തത്. ഹിസ് ബണ്ടിൽ എന്ന് വെച്ചിട്ട് എന്നുള്ള ഒരു സംഭവത്തേക്ക് മെസ്സേജ് കൊടുക്കും. എന്നിട്ട്
ഇതിങ്ങനെ ഫൈബേഴ്സ് രൂപത്തിലായിട്ട് റൈറ്റ് വെൻട്രിക്കിളിലോട്ടും ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടും ഇങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് പർക്കിൻജെ ഫൈബേഴ്സ്. പർക്കിൻജെ ഫൈബേഴ്സ് ഒന്നുമില്ലടാ, ഈ ഹൃദയം ഇങ്ങനെ മിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഈ മിടിച്ചോണ്ടിരിക്കാനുള്ള മെസ്സേജുകൾ തുടങ്ങുന്നത് എസ് എ നോഡിൽ നിന്നാണ്. എസ് എ നോഡ് നേരെ മെസ്സേജ് ആർക്ക് കൊടുക്കും? എ വി നോഡിന് കൊടുക്കും. എ വി നോഡ് ബണ്ടിൽ ഓഫ് ഹിസ്സിന് കൊടുക്കും. ബണ്ടിൽ ഓഫ് ഹിസ് നേരെ പടർന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പർക്കിൻജെ ഫൈബേഴ്സുകളായിട്ടുണ്ട്. മനസ്സിലായോ? സോ ഈ മൊത്തം സിസ്റ്റത്തിനെയാണ് നമ്മൾ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. ഈ ഹൃദയത്തിന്റെ ഓരോ ഭാഗങ്ങളും മിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് കംപ്ലീറ്റ് ഹൃദയത്തിൽ ത്രൂ ഔട്ട് ഇങ്ങനെ പാസ്സായിക്കൊണ്ടേയിരിക്കണം. ഇത് നിങ്ങൾ ആകെ പഠിക്കേണ്ടത് എന്താണെന്നറിയും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ഓർഡറാണ് പഠിക്കേണ്ടത്. കാണിച്ചു തരാം. എസ് എ നോഡ് ആദ്യം മെസ്സേജ് വരുന്നത് എസ് എ നോഡിൽ നിന്നാണ്. അതിന് നമ്മൾ എസ് എ നോഡ് എന്ന് പറയും. ഓക്കെ, ഈ എസ് എ നോഡ് മെസ്സേജ് കൊടുക്കുന്നത് എ വി നോഡിനാണ്. എ വി നോഡ് ഈ എ വി നോഡ് പിന്നെ ഇങ്ങോട്ട് മെസ്സേജ് കൊടുക്കും ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെങ്കിൽ ആട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ എന്ന് പറയും. ഈ ആട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ് എന്നാ പറയാ. ഈ ആട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ നേരെ മെസ്സേജ് കൊടുക്കുന്നത് പർക്കിൻജെ ഫൈബേഴ്സിനാണ്. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. മെസ്സേജ് എവിടുന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എസ് എ നോഡിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എസ് എ നോഡ് എ വി നോഡിന് മെസ്സേജ് കൊടുത്തിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ എസ് എ നോഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് ആണ്. ഹാർട്ടിന്റെ പേസ് മേക്കർ എന്നാണ് എസ് എ നോഡിന് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു ടിഷ്യൂ ആണ് ഈ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ, നമ്മുടെ ഒരു കൈപ്പത്തി ചുരുട്ടി വെച്ചത്ര വലുപ്പമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സൈസിലുള്ള ഒരു സാധനമാണ് ആര്? എസ് എ നോഡ് എന്ന് പറഞ്ഞത്. ഈ എസ് എ നോഡ് വർക്കായിട്ടില്ലെങ്കിൽ, ഒരു ഫോണിന് ബാറ്ററി ഇട്ടിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? അതുപോലെയാണ് ഹാർട്ടിന് എസ് എ നോഡ് ഇല്ലെങ്കിൽ. എസ് എ നോഡ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഹാർട്ട് സ്റ്റോപ്പ് ആവും. എസ് എ നോഡിന് പിന്നെ ആർക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല? എ വി നോഡിന് മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. എ വി നോഡിന് പിന്നെ ബണ്ടിൽ ഓഫ് ഹിസിന് മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ പർക്കിൻജെ ഫൈബേഴ്സും നടക്കില്ല. കണ്ട, ഈ ഒരു കണക്ഷൻ അങ്ങോട്ട് നിൽക്കും. ഈ കണക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. സോ എസ് എ നോഡാണ് ആര്? എസ് എ നോഡ് ഈസ് നോൺ ആസ് ദി പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട്. ഓക്കെ, എസ് എ നോഡ് ഈസ് നോൺ ആസ് ദി പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട്. ഓക്കെ, നമ്മൾ കേട്ടിട്ടില്ലേ ഹൃദയത്തിന് പേസ് മേക്കർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു നോഡൽ ടിഷ്യൂ ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസുകളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ആണ്. ഹൃദയത്തിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ആണ്. ഈ ടിഷ്യൂസിന്റെ പേരാണ് സൈനോ ആട്രിയൽ നോഡ് അല്ലെങ്കിൽ എസ് എ എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് ദ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട്. അപ്പൊ കാരണം എന്താ ഈ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ ഹൃദയം മിടിക്കാനുള്ള ആ സ്റ്റാർട്ടിങ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് ആരാണ്? എസ് എ എന്നാണ്. എസ് എ ഇല്ലെങ്കിൽ ഹൃദയം മിടിക്കില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് വിച്ച് പാർട്ട് ഓഫ് ദി ഹാർട്ട് ഈസ് നോൺ ആസ് ദി പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്ന് എക്സാമിന് ചോദിച്ചാൽ മക്കൾ എന്ത് ഓർത്തു വെക്കണം? എസ് എ നോഡാണ്. എസ് എ നോഡ്. എസ് എ നോഡ് എവിടെയാണ് കാണപ്പെടുന്നത്? അറ്റ് ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദി റൈറ്റ് ആട്രിയം. റൈറ്റ് ആട്രിയത്തിന്റെ വലത്തെ അപ്പർ കോർണറിലാണ് ആരുള്ളത്? എസ് എ നോഡ് ഉള്ളത്. എന്തുകൊണ്ടാണ് എസ് എ നോഡ് നമ്മുടെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? കാരണം എന്താ? ഇവിടുന്നാണ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം ഇടിക്കാനുള്ള മെസ്സേജുകൾ കൊണ്ടുപോകുന്ന സ്റ്റാർട്ടിങ് എവിടെയാണ്? നമ്മുടെ എസ് എ നോഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവരെങ്ങനെ അറിയപ്പെടുന്നത് കേട്ടാ. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? എസ് എ നോഡ് മനസ്സിലായോ? മനസ്സിലായോ? എസ് എ നോഡ് മനസ്സിലായോ? ഫിൽസ, സെന പോയാ? ഹലോ, ഹലോ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ഓക്കെ. ഇനി അപ്പൊ അവിടെ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, കണ്ട, റൈറ്റ് ദ കറക്റ്റ് പാത്ത് ഓഫ് കാർഡിയാക് ഇമ്പൾസ്. ഇത് കറക്റ്റ് ആയിട്ട് എഴുതാൻ എങ്ങനെയാ? ഫസ്റ്റ് ഏതാ? ഫസ്റ്റ് എസ് എ നോഡ്, പിന്നെ എ വി നോഡ്, പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ്, പിന്നെ പർക്കിൻജെ ഫൈബർ. ഈ ഓർഡർ നമ്മൾ പഠിക്കണം. മെസ്സേജ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എ നോഡിൽ നിന്നാണ്, പിന്നെ എ വി നോഡിൽ നിന്ന്,
പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ്സിൽ നിന്ന് പിന്നെ പർക്കിഞ്ചെ ഫൈബേഴ്സിലോട്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് പാത്ത് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് ഓർഡർ ചെയ്താൽ മതി. പിന്നെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, എന്തുകൊണ്ടാണ് എസ് എ നോഡിനെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? കാരണം എന്താ? എസ് എ നോഡിൽ നിന്നാണ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. എസ് എ നോഡ് ഇസ് ദ വൺ വിച്ച് ഇസ് സ്റ്റാർട്ടിങ് ഓർ വിച്ച് ഇസ് ഇനീഷ്യേറ്റിംഗ് ദ കോൺട്രാക്ഷൻ ഓഫ് ദി ഹാർട്ട്. ഓക്കെ, ഹാർട്ട് കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? എസ് എ നോഡാണ് കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എക്സാമിന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. നിങ്ങളുടെ NIOSന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രക്ചർ വേർ ദ വേവ് ഓഫ് കോൺട്രാക്ഷൻ ഒറിജിനേറ്റ്സ് ഇൻ ഹാർട്ട് ടു ബിഗിൻ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് തുടങ്ങാൻ സഹായിക്കുന്ന സാധനത്തിന്റെ അല്ലെങ്കിൽ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹൃദയത്തിന്റെ ഭാഗത്തിന് പറയുന്ന പേരെന്ത്? എസ് എ നോഡ്. എന്താണ് എസ് എ നോഡ്? ദ സ്ട്രക്ചർ കണക്ടിങ് ആർട്ടറീസ് വിത്ത് വെയിൻസ്. ആർട്ടറിനെയും വെയിൻസിനും കണക്ട് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താ? എന്താ പേര്? കാപ്പിലറീസ്. കാപ്പിലറീസ് നമ്മൾ പഠിച്ചില്ലേ? ബ്ലഡ് വെസൽസ് പല വിധമുണ്ട്. ആർട്ടറികളുണ്ട്, വെയിൻസുകളുണ്ട്. ആർട്ടറിയിലാണ് പ്യുവർ ബ്ലഡ് ഉള്ളത്, വെയിൻസുകളിലാണ് ഇംപ്യുവർ ബ്ലഡ് ഉള്ളത്. ആർട്ടറീസിനും വെയിൻസിനും കണക്ട് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയും. കാപ്പിലറീസ് പഠിച്ചു വെക്കണം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഏത് ബ്ലഡ് വെസലാണ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ നിന്ന് ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നത്? നിങ്ങൾ പറ, നിങ്ങളിപ്പോ പഠിച്ചു. ആർക്ക് പറയും? ദ ബ്ലഡ് വെസൽ ദാറ്റ് ബ്രിങ്സ്. ആ, പറഞ്ഞോ. യെസ്, വെരി ഗുഡ്. പൾമനറി വെയിൻ ആണ്. ഓക്കെ, ലങ്സിൽ നിന്നും ഹൃദയത്തിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന, ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് പൾമനറി വെയിൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി ഓക്സിജനേറ്റഡ് ദ ബ്ലഡ് വെസൽ വിച്ച് കളക്ട്സ് ആൻഡ് ബ്രിങ്സ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ബ്രെയിൻ ആൻഡ് ഷോൾഡർ റീജിയൻസ് ദി ഹാർട്ട്. ഹൃദയത്തിലോട്ട് അശുദ്ധ രക്തത്തെ കൊണ്ടുവരുന്നത് ആരാണ്? ശരീരത്തിന്റെ അപ്പർ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലോട്ട് അശുദ്ധ രക്തത്തെ കൊണ്ടുവരുന്നത് ആരാ? ബ്രെയിനിൽ നിന്നും ഷോൾഡർ റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ്, സുപ്പീരിയർ വീനക്കാവ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് സന. സുപ്പീരിയർ വീനക്കാവ. ഓക്കെ, ഈ ബ്ലഡ് വെസൽ സുപ്പീരിയർ വീനക്കാവയാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലോട്ട് അശുദ്ധ രക്തത്തെ റൈറ്റ് ആട്രിയത്തിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ HSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് വരില്ല, എന്നാലും നമ്മൾ ഇതൊന്ന് നോക്കാം. ഈ സ്ട്രക്ചർ ആണ് എസ് എ നോഡ്. ഇത് റൈറ്റ് ആട്രിയം ആണ് കേട്ടോ. ഇത് എസ് എ നോഡാണ്, ഇത് എ വി നോഡാണ്. ഓക്കെ, എയും ബിയും ലാബിൽ ചെയ്യാൻ ചോദിച്ചു. ഇത് എസ് എ നോഡ്, ഇത് എ വി നോഡാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോ ഇനി അങ്ങനെയാണെങ്കിൽ ഒരു നോർമൽ ഹാർട്ട് ബീറ്റ് എത്രയാ? ഒരു മിനിറ്റിൽ ഹൃദയം എത്ര തവണ ഇടിക്കുന്നറിയോ? ഏകദേശം 70 തൊട്ടിട്ട് 75 തവണയാണ് ഒരു മിനിറ്റിൽ ഹൃദയം ഇടിക്കുന്നത്. ഓക്കെ, അപ്പൊ ആവറേജ് ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ ഹാർട്ട് ബീറ്റ് ആവറേജ് 72 ടൈംസ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, നമ്മളിപ്പോ പഠിക്കുന്നത് എന്താ? ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പോണ്, ഹൃദയത്തിലോട്ട് ബ്ലഡ് വരുന്നു അല്ലേ? ഈ ഒരു ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ആണ് ഉള്ളത്. ഒരു മനുഷ്യ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ്, ചിലർക്ക് 4.5 ലിറ്റർ ആവും. 4.5 to 5 ലിറ്റർ ബ്ലഡ് ആണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത്. അപ്പൊ ഈ കംപ്ലീറ്റ് ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് പോയി തിരിച്ച് ആ ബ്ലഡ് ഹൃദയത്തിലോട്ട് എത്തുന്ന ആ സമയം, അതിനെയാണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മിനിറ്റിൽ 72 തവണ നമ്മൾ ഹാർട്ട് അടിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ? ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ബ്ലഡ് മൊത്തം ഹൃദയത്തിൽ നിന്ന് പോയിട്ട് തിരിച്ച് ഹൃദയത്തിലോട്ട് വരാൻ എടുക്കുന്ന സമയമാണ്. ആ ഹാർട്ട് ബീറ്റിനെയാണ് നമ്മൾ ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. കാർഡിയാക് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് പോയിട്ട് തിരിച്ച് ഹൃദയത്തിലോട്ട് ആ ബ്ലഡ് എടുക്കുന്ന ആ ഒരു സമയത്തെ, ആ ഒരു കാലയളവിനെയാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എന്താണ്? നമുക്ക് റൈറ്റ് ആട്രിയം ഉണ്ട്. റൈറ്റ് ആട്രിയത്തിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നത് സുപ്പീരിയർ വീനക്കാവ. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറി ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകും. ലങ്സ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും.
ലങ്സ് പൾമനറി വെയിനും പൾമിനറി വെയിനിലൂടെ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ആട്രത്തിലോട്ട് കൊടുക്കും. ലെഫ്റ്റ് ആട്രിയം അത് ലെഫ്റ്റ് വെൻട്രിക്കിളിന് കൊടുക്കും. ലെഫ്റ്റ് വെൻട്രിക്കിൾ അത് അയോട്ടക്ക് കൊടുക്കും. അയോട്ട അത് ബാക്കിയുള്ള ഭാഗങ്ങളോട്ട് തിരിച്ചെത്തിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൽ രണ്ട് സർക്കുലേഷൻ ഉണ്ട്. ഒന്ന് ഹൃദയവും ലങ്സും തമ്മിൽ അല്ലേ? ഹൃദയത്തിൽ നല്ല അശുദ്ധ രക്തം ലങ്സിന് കൊടുക്കും. ലങ്സ് അത് പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ഹൃദയത്തിന് കൊടുക്കും. ഹൃദയം ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആർക്ക് കൊടുക്കും? ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോട്ട് കൊടുക്കും. അപ്പൊ നോക്കിയേ, ഒരു ബ്ലഡ് 2 തവണ ഹൃദയത്തിലോട്ട് എത്തുന്നുണ്ട് അറ്റ് എ ടൈം, ഒരു കാർഡിയാക് സൈക്കിളിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാർഡിയാക് സൈക്കിളില് ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ലങ്സിലോട്ടും പോകുന്നുണ്ട്. ലങ്സ് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് ഹൃദയത്തിലോട്ട് കൊടുക്കും. ഹൃദയം അത് ശരീരഭാഗത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഒന്ന് പൾമനറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൃദയവും ലങ്സും തമ്മിലുള്ള സർക്കുലേഷൻ. ഹൃദയവും ലങ്സും, ഹാർട്ടും ലങ്സും തമ്മിലുള്ള സർക്കുലേഷനെയാണ് പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഹാർട്ടും ശരീരഭാഗങ്ങളും കൂടി നടത്തുന്ന സർക്കുലേഷനെയാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. 2 സർക്കുലേഷൻ നമ്മുടെ ബോഡിയിലുണ്ട് അറ്റ് എ ടൈം. ഒരു ബ്ലഡ് 2 തവണ ഹൃദയത്തിൽ തിരിച്ചെത്തുന്നുണ്ട് അല്ലേ? ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ലങ്സിലോട്ട് പോകും, ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ഹൃദയത്തിലോട്ട് തിരിച്ചു വരും ചെയ്യും അല്ലേ? ആ സെയിം ബ്ലഡ് തന്നെയാണ് തിരിച്ചു വരുന്നത്. ശുദ്ധീകരിക്കാൻ പോയ ലങ്സിലോട്ടുള്ള ബ്ലഡ് തന്നെയാണ് തിരിച്ചു വരുന്നത് അല്ലേ? ആ ഹൃദയത്തിൽ നിന്ന് ആ ബ്ലഡ് തിരിച്ച് ശരീരഭാഗങ്ങളിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ പൾമനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും നമ്മുടെ ബോഡിയിലുണ്ട്. സിസ്റ്റമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൃദയവും ശരീരഭാഗങ്ങളും ബാക്കിയുള്ള ശരീരഭാഗങ്ങളും. ഓക്കെ, ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഡബിൾ സർക്കുലേഷൻ ആണ്. കാരണം എന്താ? പൾമനറി സർക്കുലേഷനും നമ്മുടെ ബോഡിയിലുണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്. ഓക്കെ, ഹൃദയവും ലങ്സും തമ്മിലുള്ള സർക്കുലേഷനാണ് പൾമനറി സർക്കുലേഷൻ. തിരിച്ച് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലോട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും ഈ ബ്ലഡ് എത്തിക്കണ്ടേ? അപ്പൊ അതിനെയാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. പൾമനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ഒരു മനുഷ്യ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷൻ ഡബിൾ സർക്കുലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? Yes. ഓക്കെ. ഇനി മക്കളെ, മറ്റൊരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ലിംഫിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്കൂളിലൊക്കെ ലിംഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലിംഫ് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. എന്താ അറിയോ ലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ശരീരത്തിൽ 2 ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. ഒന്ന് ബ്ലഡ് ആണ്, ഒന്ന് ലിംഫാണ്. ഈ ബ്ലഡ് ഇങ്ങനെ രക്തക്കുഴലിലൂടെ ഒഴുകുന്ന സമയത്ത് ഈ ബ്ലഡിൽ നിന്ന് അരിച്ചിറങ്ങുന്ന കുറെ ലിക്വിഡ് ഫോംസ് ഉണ്ട്. ഒരു കളർലെസ് ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുക. ഇപ്പൊ ബ്ലഡ് വെസൽസിന്റെ അകത്ത് കൂടെ ഒഴുകുകയാണ്. ആ സമയത്ത് ബ്ലഡ് വെസൽസിന്റെ അടിയിൽ കൂടെ മറ്റൊരു സിസ്റ്റം ഒഴുകുന്നുണ്ട്. അതിന്റെ പേരാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ അകത്ത് കൂടെ ലിംഫ് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ഒഴുകും. ബ്ലഡ് ഒഴുകുന്നത് ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടിയാണെങ്കിൽ ലിംഫ് ഒഴുകുന്നത് ലിംഫ് വെസൽസിന്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പൊ ഈ ലിംഫ് വെസൽസിനെ കണക്ട് ചെയ്തുകൊണ്ട് കുറെ നോഡുകൾ ഉണ്ട്. കണ്ട, ഇപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയേ, ഈ ഈ പച്ച സാധനമില്ലേ, ഈ പച്ച വെസൽസുകളില്ലേ, ഇതിനെയാണ് നമ്മൾ ലിംഫ് വെസൽസ് എന്ന് പറയുക. ഈ ലിംഫ് വെസൽസിന്റെ അകത്ത് കൂടിയാണ് നമ്മുടെ ലിംഫ് ഒഴുകുന്നത്. ഈ ലിംഫിനെ കണക്ട് ചെയ്തുകൊണ്ട് ഓരോ നോഡുകൾ ഇവിടെ കാണാം. കുറെ കഴല പോലെ ഫോം ചെയ്തിട്ട് കണ്ട ഒരു ഉണ്ടമണികൾ നിങ്ങൾ കണ്ട, അതിനെയാണ് ലിംഫ് നോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിംഫുണ്ട്, ലിംഫ് വെസൽസുകളുണ്ട്, ലിംഫ് നോഡുകളുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്. അതേപോലെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലിംഫ് ഉണ്ട്, ലിംഫ് വെസൽസ് ഉണ്ട്, ലിംഫ് നോഡുകൾ ഉണ്ട്. ഓക്കെ, ഇനി ലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിനെയാണ് ലിംഫ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ട്രാൻസ്പാരന്റ് ഫ്ലൂയിഡാണ്. ഏകദേശം വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡാണ്, ട്രാൻസ്പാരന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ട്രാൻസ്പാരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കൂടെ നോക്കി അപ്പുറത്ത് കൂടെ കാണാൻ പറ്റും അല്ലേ? ഇത് ബ്ലഡ് പോലെ ഭയങ്കര ട്രാൻസ്പാരന്റ് അല്ലാത്ത ഫ്ലൂയിഡ് അല്ല, ട്രാൻസ്പാരന്റ് ആണ്, നല്ല ക്ലിയർ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് പറയാനുള്ളത്, ഇനി ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല.
ഞാൻ ആവശ്യമുള്ളത് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമില്ല, അത് HSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. NIOS ലെവലിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ലിംഫും ബ്ലഡും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ രണ്ട് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, ലിംഫും ഉണ്ട് ബ്ലഡും ഉണ്ട്. ലിംഫ് ഒഴുകുന്നത് ലിംഫാറ്റിക് വെസൽസിന്റെ അകത്ത് കൂടെ, ബ്ലഡ് ഒഴുകുന്നത് ബ്ലഡ് വെസൽസിന്റെ അകത്ത് കൂടെ. എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, എന്തെങ്കിലും മൂന്ന് ഡിഫറൻസ് പറയാൻ, ലിംഫും ബ്ലഡും തമ്മിലുള്ള മൂന്ന് ഡിഫറൻസ് പറയാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് എഴുതുക? ബ്ലഡിന്റെ കളറ് റെഡ് ആണ്. എന്തുകൊണ്ടാണ് ബ്ലഡിന് റെഡ് കളർ ആയത്? കാരണം ബ്ലഡിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ പേരെന്താ? hemoglobin. വെരി ഗുഡ്, വെരി ഗുഡ്. ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് ബ്ലഡിന് റെഡ് കളർ വന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഫ്ലൂയിഡ്, ഓക്കെ, ഈ ലിംഫിന് പക്ഷെ എന്തില്ല, റെഡ് കളർ ഒന്നുമില്ല, കളർലെസ് ഫ്ലൂയിഡ് ആണ്, പച്ചവെള്ളം പോലെയാ, കളർലെസ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ ആദ്യത്തെ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിഫറൻസ് ആണ് കേട്ടാ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ NIOS ടെക്സ്റ്റ് ബുക്കിന്റെ ഡിഫറൻസ് ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഈ ബ്ലഡ് വെസൽസിന്റെ അകത്ത് കൂടെ ബ്ലഡ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോവുക, ഭയങ്കര റാപ്പിഡ് ആയിട്ട് പോവുക. പെട്ടെന്ന് നോക്കിയേ, പെട്ടെന്ന് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാല്, പെട്ടെന്നൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് അങ്ങോട്ട് ചീറ്റു അല്ലെ, ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലൂടെ അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന കാരണം കൊണ്ടാണ് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് ബ്ലഡ് തെറിക്കണത്. ഓക്കെ, ഇനി ലിംഫ് ആണെങ്കിലോ ഭയങ്കര സ്ലോ ആ. ലിംഫാറ്റിക് വെസൽസിന്റെ അകത്ത് കൂടെ ലിംഫ് ഭയങ്കര സ്ലോ ആയിട്ട് പോവുള്ളൂ. അപ്പൊ ലിംഫ് കാരണം, അപ്പോ പെട്ടെന്ന് നമുക്കൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ലിംഫിനെ നമുക്ക് കാണാൻ കിട്ടില്ല, ലിംഫ് അത്ര പുറത്തേക്ക് വരില്ല, കാരണം സ്ലോ ആയിട്ടാണ് പോണത്. പിന്നെ ബ്ലഡിൽ ഒരുപാട് സെൽസുകൾ ഉണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സുകൾ ഉണ്ട്, പിന്നെ പ്ലാസ്മയും ഉണ്ട്. പക്ഷെ ലിംഫിൽ ആരില്ല, RBC ഇല്ല, പ്ലേറ്റ്ലെറ്റ്സും ഇല്ല. പക്ഷെ പ്ലാസ്മയും ഉണ്ട്, WBC ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ലിംഫിൽ RBC ഇല്ല, പ്ലേറ്റ്ലെറ്റ്സും ഇല്ല, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്, ലിംഫിലുണ്ട്. ഇനി ബ്ലഡ് എങ്ങനെയാ ഒഴുകുക? ഹൃദയമാണ് ബ്ലഡിനെ പമ്പ് ചെയ്യണത് അല്ലേ. ഹൃദയത്തിൽ നിന്ന് ആർട്ടറീസിലോട്ട് പോകും, ആർട്ടറീസിൽ നിന്ന് കാപ്പിലറീസിലോട്ട് പോകും, കാപ്പിലറീസിൽ നിന്ന് തിരിച്ച് വെയിൻസിലോട്ട് പോയിട്ട് തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ. അറ്റ് ദ സെയിം ടൈം ലിംഫിന്റെ ഫ്ലോ എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ലിംഫ് രൂപപ്പെടും. ലിംഫ് ഒഴുകുന്നത് ലിംഫ് കാപ്പിലറീസിലൂടെയാണ്. ലിംഫ് കാപ്പിലറീസിൽ നിന്ന് ലിംഫ് വെസൽസിലോട്ട് പോകും, പിന്നെ വെയിൻസ് വഴി തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്റ്റ് റൂട്ട് എല്ലാവർക്കും നമ്മുടെ ലിംഫിനുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഈ റൂട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് മൂന്ന് ഡിഫറൻസ് പഠിച്ചാൽ മതി. ഓക്കെ, റൂട്ടൊക്കെ കുറച്ച് ഹൈ ലെവലാണ്, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാംസിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, ബ്ലഡും ലിംഫും തമ്മിലുള്ള മൂന്ന് ഡിഫറൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ബ്ലഡിന് റെഡ് കളറാണ്, ലിംഫ് കളർലെസ് ആണ്. ബ്ലഡ് ഫാസ്റ്റ് ആയിട്ട് ഒഴുകും, റാപ്പിഡ് ആയിട്ട് ഒഴുകും, ലിംഫ് വെരി സ്ലോ ആയിട്ടാണ് ഒഴുകുന്നത്. ബ്ലഡിലുള്ളത് RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പ്ലാസ്മയുണ്ട്. ലിംഫിൽ എന്താ ഉള്ളത്? പ്ലാസ്മയും WBCയുമാണ്. ഈ മൂന്ന് ഡിഫറൻസ് പഠിച്ചൂടെ? Yes. ഓക്കെ, ഓക്കെ. ഇനി അപ്പോ അപ്പോ അപ്പൊ ആ കാര്യമായി. ഇനി ഇനിയിപ്പോ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. അതിനു മുൻപ് ഞാൻ വേറൊരു സംഭവം എടുത്തരാം. ഇമ്മ്യൂണിറ്റി നമുക്ക് ഒരൊറ്റ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എടുക്കാം. അതിനു മുൻപ് ഞാൻ ഹാർട്ടിന്റെ തന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇലക്ട്രോ കാർഡിയോഗ്രാഫി, ECG എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ECG, കേട്ടിട്ടുണ്ട്. ആ, ECG പറഞ്ഞ മെഷീനാണിത്. കണ്ട, ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീന്റെ പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. മക്കളെ, ഈ മെഷീന്റെ പേര് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമിന് എന്താ ചോദിക്കുക? എന്തിനാണ് ECG യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഹൃദയത്തിന്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ECG യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ECG യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ വയേഴ്സുകളൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കണക്ട് ചെയ്യും. അതിന്റെ കണക്കൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നോർമലി എന്താ പറയുക, 3 ഇലക്ട്രിക്കൽ ലീഡുകളാണ് നമ്മുടെ ശരീരത്തിലോട്ട് കണക്ട് ചെയ്യുക. ഒന്ന് ഈ റിസ്റ്റിലെ, നമ്മുടെ കൈയിന്റെ 2 റിസ്റ്റിലോട്ടും
പിന്നെ കാലിന്റെ ഒരു ആംഗിളിന്റെ മുകളിലോട്ടുമാണ് നമ്മുടെ സാധാരണ ഈ ലീഡ് കണക്ട് ചെയ്യുക. ലീഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് നമ്മുടെ ഹൃദയത്തിന്റെ ബ്ലഡ് ഒഴുകുന്ന പമ്പ് ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ ഇങ്ങനെ കാണിക്കും. കണ്ടിട്ടുണ്ടോ? ദാ ഇങ്ങനത്തെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമുക്ക് ഇങ്ങനെ കാണും. ഈ ഓരോ സംഭവം, ഈ PQRS എന്നുള്ള ഓരോ തരംഗങ്ങൾ, ഓരോ വേവ്സുകൾ നമ്മുടെ മെഷീൻ ഇങ്ങനെ നോട്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മള് ഈ ഫിലിമൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ പോകും അല്ലെ, ECGയിൽ ഇങ്ങനെ 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 പോണത് കാണാം. പെട്ടെന്ന് എന്താണ്, ECG അങ്ങോട്ട് സ്റ്റോപ്പ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആവും. അതിന്റെ അർത്ഥം എന്താ? ഹൃദയത്തിന്റെ പമ്പിങ് നിന്നു എന്നാണ് അർത്ഥം, മരണം സംഭവിച്ചു എന്നാണ് അർത്ഥം അല്ലെ. സോ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എന്താണ് ഈ വേവ്സ് PQRST എന്താണെന്നും പഠിക്കാനില്ല. ഓക്കെ, ഞാൻ റെഫർ ചെയ്തപ്പോൾ ഇതൊക്കെ HSC ലെവലാണ്, നമുക്ക് NIOS ഇത് പഠിക്കാനില്ല. അത് കാരണം കൊണ്ട് നമുക്ക് ജസ്റ്റ് എന്താണ് ECG എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ഇതാണ് ഇതാണ് നമ്മുടെ ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്. ഈ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് മിസ് കാണിച്ചെന്നില്ലേ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഇതല്ലേട്ടാ, ഞാൻ വേറെ ക്ലാസ്സിൽ എടുത്തുതരാം. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് മിസ് പറഞ്ഞില്ലേ, ഈ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ് ഈ മെഷീന്റെ പേര്. ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്താന്ന് ചോദിക്കും. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നോട്ട് ഡൗൺ ചെയ്യാനുള്ള ഈ മെഷീന്റെ പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. പക്ഷെ നമ്മുടെ കയ്യിൽ റിസൾട്ട് കിട്ടും അല്ലെ, ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ ഒരു പേപ്പറിൽ ഡോക്ടർ നമുക്ക് തരും. ഈ ഒരു ഗ്രാഫിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. കണ്ട, ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇൻസ്ട്രുമെന്റിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. അപ്പോ എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ കാർഡിയാക് സൈക്കിളിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വേവ്സിൽ കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി നമുക്കുണ്ട്. ഓക്കെ, ഈ വേവ്സിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിനിക്കലി എന്താ സൂചിപ്പിക്കുന്നത്? നമ്മൾ ഒരു ഹൃദ്രോഗിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ECG എന്നുള്ള ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത് ഹൃദയത്തിന്റെ ക്ലിനിക്കൽ ആക്ടിവിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ECG ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിന്റെ അബ്നോർമാലിറ്റിയാണ്. ഓക്കെ, അത് പലതും ആകാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൃദയത്തിന്റെ അവസാനത്തെ ഒരു ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എന്താണെന്നറിയോ? സർക്കുലേറ്റ് കുറച്ച് രോഗങ്ങളാണ് ഹൃദയത്തിന്റെ കുറച്ച് രോഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഒന്ന് അവസാനിക്കും. ഓക്കെ, സർക്കുലേറ്ററി ഡിസോർഡേഴ്സിൽ ആദ്യം പറയാനുള്ളത് ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP എന്ന് പറയും. നമ്മൾ പറയും അല്ലേ, ഭയങ്കര BP കൂടുതലാണെന്ന് പറയും. BPക്ക് നമ്മൾ ബ്ലഡ് പ്രഷർ എന്നാ പറയും. ബ്ലഡ് പ്രഷർ ഒരു രോഗമല്ല, ഹൈ ബ്ലഡ് പ്രഷറിനാണ് ഒരു രോഗം. ഓക്കെ, അതിന് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഹൈപ്പർ ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു മെഷീനാണ്. കണ്ട, ഈ ഒരു ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസിന്റെ പേര് സ്ഫിഗ്മോ മാനോമീറ്റർ എന്നാണ്. സ്ഫിഗ്മോ മാനോമീറ്റർ എന്താണെന്നറിയോ? ഇതിന്റെ പേര് സ്ഫിഗ്മോ മാനോമീറ്റർ. ബ്ലഡ് പ്രഷർ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഫിഗ്മോ മാനോമീറ്റർ എന്നുള്ള ഡിവൈസാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. ഈ സ്ഫിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹൃദയത്തിന്റെ പ്രഷർ നമ്മൾ അളക്കുന്നത്. സ്ഫിഗ്മോ മാനോമീറ്റേഴ്സ്. ഓക്കെ, ഇതിന്റെ പേരാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രഷർ വരെ നോട്ട് ചെയ്യും. 120/80, 120/80 രണ്ടെണ്ണം ഉണ്ട് അല്ലെ, രണ്ട് വാല്യൂസ് ഉണ്ട്, 120, 80. മില്ലിമീറ്റർ മെർക്കുറിയിലാണ് നമ്മൾ പ്രഷർ നോട്ട് ഡൗൺ ചെയ്യുന്ന യൂണിറ്റ്, മില്ലിമീറ്റർ മെർക്കുറി. പക്ഷെ നോക്കിയേ, നോർമലി ഒരു മനുഷ്യന്റെ നമ്മുടെ ബോഡിയിൽ രണ്ട് പ്രഷർ രൂപപ്പെടുന്നുണ്ട്. ഹൃദയത്തിന് രണ്ട് പ്രഷർ ഉണ്ട്. ആദ്യത്തെ പ്രഷറിന്റെ പേരാണ് സിസ്റ്റോളിക് പ്രഷർ. നിങ്ങൾ ഹൃദയത്തിന്റെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൃദയം തൊട്ടിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ നോക്കിയേ, നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് വെച്ച് നോക്കിയേ, രണ്ട് തവണ അടിക്കുന്നുണ്ട് അല്ലെ, ടപ് 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 ലബ് ഡപ് എന്ന് പറഞ്ഞിട്ട് രണ്ടടി അടിക്കുന്നുണ്ട് അല്ലേ.
ആ രണ്ടടിയും ഓരോ പ്രഷറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അടി എന്താണെന്നറിയോ? ആദ്യത്തെ അടി എന്താ? ആദ്യത്തെ അടി എന്താ? രണ്ട് സൗണ്ടുകൾ ഉണ്ട് ഹൃദയത്തിന്, അല്ലെ? ഹൃദയത്തിന്റെ വാൾവ്സ് തുറക്കുന്നതും അടക്കുന്നതുമായിട്ടുള്ള സൗണ്ടുകളാണ് എന്ത്? ആ സൗണ്ട്. ഏത് വാൾവാണെന്നൊന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും തുറക്കും അടക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. സെമി ലൂണാർ വാൾവ്സും അടക്കും തുറക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ വാൾവ് അടക്കുന്നതും തുറക്കുന്നതുമായിട്ടുള്ള സൗണ്ടാണ് നമുക്ക് ആ കേൾക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രഷർ ഉണ്ട്. ഒന്ന് ഹൃദയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ, ഹൃദയം ചുരുങ്ങുമ്പോഴും ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴും രണ്ട് പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഈ ശരിക്കും ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എടാ, ഈ ബ്ലഡ് ഫാസ്റ്റ് ആയിട്ടല്ലേ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ അകത്ത് കൂടെ ഓടിപ്പായുന്നത്. ആ സമയത്ത് ഈ ബ്ലഡ് വെസൽസിന്റെ മുകളിൽ കൊടുക്കുന്ന പ്രഷറിനെയാണ്, അല്ലെങ്കിൽ ഈ ബ്ലഡ് ഫാസ്റ്റ് ആയിട്ട് ബ്ലഡ് വെസൽസിന്റെ അകത്ത് കൂടെ പോകുമ്പോൾ ഈ ഭിത്തികളിൽ, ഈ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ അനുഭവപ്പെടുന്ന ആ പ്രഷർ, ആ മർദ്ദത്തിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഹൃദയം ചുരുങ്ങുമ്പോൾ ഒരു ബ്ലഡ് പ്രഷർ ഉണ്ട്, ഹൃദയം റിലാക്സ് ചെയ്യുമ്പോൾ ഒരു ബ്ലഡ് പ്രഷർ ഉണ്ട്. ഹൃദയം ചുരുങ്ങുന്ന ബ്ലഡ് പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് പ്രഷർ. ഈ സിസ്റ്റോളിക് പ്രഷർ ആണ് 120 മില്ലിമീറ്റർ മെർക്കുറി എന്ന് പറയും. മില്ലിമീറ്റർ HG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലിമീറ്റർ മെർക്കുറി. അങ്ങനെയാണെങ്കിൽ ഹൃദയം ചുരുങ്ങിയിട്ട് ഹൃദയം റിലാക്സ് ചെയ്യും, അല്ലെ? ഇതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള പ്രഷർ, അതാണ് ഡയസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ 120 മില്ലിമീറ്റർ HG, ഡയസ്റ്റോളിക് പ്രഷർ 80 മില്ലിമീറ്റർ HG. അപ്പൊ നോർമൽ കേസിൽ നമ്മുടെ പ്രഷർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120/80 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ബ്ലഡ് പ്രഷർ കൂടുക എന്ന് പറയുക? എപ്പോഴാണ് നമ്മുടെ പ്രഷർ കൂടുക? ഈ സിസ്റ്റോളിക് പ്രഷർ നോർമലി 120 ആണല്ലോ. ഈ 120 എന്തായിട്ട് മാറണം? 140 ആവണം. അതേപോലെ ഈ 80 എന്തായിട്ട് മാറണം? 90 മാറണം. ഓക്കെ. അപ്പൊ 120/80 എന്നുള്ളത് 140/90 മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ? നമുക്ക് ഹൈപ്പർ ടെൻഷൻ ആണെന്ന് പറയും, അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ആണെന്ന് പറയാം. ഇപ്പൊ ഒരു 120 130 ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. 140/90 ആയിക്കഴിഞ്ഞാൽ, 90ന് മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെന്ന് പറയാം. ഓക്കെ. ഈ ബ്ലഡ് പ്രഷർ അളക്കുന്ന യന്ത്രത്തിന് പറയുന്ന പേരാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. സ്ഫിഗ്മോ മാനോമീറ്റർ. ഓക്കെ. അപ്പൊ ഇതാണ് ആദ്യത്തെ രോഗം. ഇപ്പൊ ബ്ലഡ് പ്രഷർ എന്നുള്ളത് ഒരു രോഗമാണ്. ഹൃദയത്തിന് എന്തോ ഒരു കംപ്ലൈന്റ് വരാൻ പോവാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു രോഗമാണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ. ഓക്കെ. അപ്പൊ എക്സാമിന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷേഴ്സ്. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ദിസ് പ്രഷേഴ്സ് ഓഫ് എ നോർമൽ ഹ്യൂമൻ അഡൽറ്റ്? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? നോർമൽ വാല്യൂ 120 മില്ലിമീറ്റർ ആണ്. ഹൃദയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ള ബ്ലഡ് പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ്. നോർമൽ വാല്യൂ എത്രയാ? 80 മില്ലിമീറ്റർ മെർക്കുറി ആണ്. ഓക്കെ. ഇനി രണ്ട് രോഗങ്ങളും കൂടി ഉള്ളൂ കേട്ടാ. അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. നോക്കിയേ, രണ്ടാമത്തെ രോഗമാണ് എതേറോസ്ക്ലിറോസിസ്. എതേറോസ്ക്ലിറോസിസ്. എതേറോസ്ക്ലിറോസിസിന്റെ മറ്റൊരു പദമാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ്. ഈ കൊറോണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? കൊറോണറി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ബ്രെയിനിലോട്ട് പോകുന്ന വലിയൊരു ബ്ലഡ് വെസൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുക. കൊറോണറി ആർട്ടറി. ഹൃദയത്തിൽ നിന്നും തലച്ചോറിലോട്ട് പോകുന്ന ഒരു ആർട്ടറി ഉണ്ട്. അതിനെയാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഈ കൊറോണറി ആർട്ടറിയുടെ അകത്ത് എന്തടിഞ്ഞുകൂടും അറിയോ? ഒരുപാട് കൊളസ്ട്രോളും ഫാറ്റും ഫൈബ്രസ് ടിഷ്യൂസും കാൽഷ്യം അയോൺസുകളൊക്കെ അടിഞ്ഞുകൂടും. അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ബ്ലഡിന് പ്രോപ്പറായിട്ട് ഒഴുകാൻ പറ്റില്ല. അപ്പൊ ഈ ബ്ലഡ് വെസൽ ചുരുങ്ങും. ചുരുങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനെയാണ്, അപ്പൊ ബ്ലഡ് പ്രോപ്പറായിട്ട് ഒഴുകാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുക. കൊറോണറി ആർട്ടറിയുടെ അകത്ത് ഫാറ്റും കൊളസ്ട്രോളും ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് ബ്ലഡ് പ്രോപ്പറായിട്ട് ഒഴുകാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് കൊറോണറി ആർട്ടറി ഡിസീസ്, അല്ലെങ്കിൽ അതേറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി ലാസ്റ്റത്തതാണ് എൻജൈന. എൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഭയങ്കര കടുത്ത നെഞ്ചുവേദന ആവും, ചെസ്റ്റ് പെയിൻ ആവും, ഭയങ്കര നെഞ്ചുവേദന അനുഭവപ്പെടും. എന്താണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിന്റെ പേശികൾക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന അനുഭവപ്പെടും. അതിനെയാണ് എൻജൈന എന്ന് പറയുക. അപ്പൊ ഹാർട്ടിന്റെ മസിൽസിലോട്ട് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന രോഗമാണ് എൻജൈന. ഹൃദയത്തിന്റെ പേശികൾക്ക് ആണ് ഈ രോഗം സംഭവിക്കുന്നത്. ബ്ലഡ് ഫ്ലോ ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഹൃദയത്തിന്റെ മസിൽസുകൾക്ക് പ്രോപ്പർ ആയിട്ട് ഡ്യൂ ടു റിഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ കുറഞ്ഞ കാരണം കൊണ്ട് ഹൃദയത്തിന്റെ പേശികൾക്ക് എന്ത് സംഭവിക്കും? പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ കിട്ടാണ്ട് വരും. അപ്പോൾ വരുന്ന രോഗമാണ് എൻജൈന. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഹാർട്ട് ഫെയിലിയർ. ഹൃദയം എന്താണ്? ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൃദയത്തിന് പ്രോപ്പർ ആയിട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റണില്ല. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൃദയത്തിന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് എന്തുകൊണ്ടായിരിക്കാം? ലങ്സ് വന്നിട്ട് നമ്മുടെ രണ്ട് ലങ്സിന്റെ നടുവിലാണല്ലോ ഹൃദയം ഇരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ലങ്സും വന്നിട്ട് ഈ ഹാർട്ടിനെ കണ്ട് കൺജസ്റ്റ് ചെയ്യും. അപ്പോൾ ഹാർട്ടിന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. കണ്ട, ഹാർട്ട് ഫെയിലിയർ ഇതാണ് ഒരു നോർമൽ ഹാർട്ട്. ഈ രണ്ട് ലങ്സ് ഇവിടെ വന്നിട്ട് ഇതിനെ കണ്ട് അമുക്കും. അപ്പോൾ എന്താണ്? ഇവർക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് കാർഡിയാക് അറസ്റ്റ്. എന്താ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആ യെസ് യെസ്. അങ്ങനെയാണെങ്കിൽ വേറെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഹാർട്ട് അറ്റാക്ക്? ഈ കാർഡിയാക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർഡിയാക് അറസ്റ്റ് ആൻഡ് ഹാർട്ട് അറ്റാക്ക്? രണ്ടും ഒന്നാണോ? ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ 12 ആ ആ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? ഹൃദയസ്തംഭനമാണ്, ഹൃദയസ്തംഭനം. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ 12 വയസ്സായിട്ടുള്ള ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ 25 വയസ്സായ ഒരു യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അല്ലെങ്കിൽ അതാണ് നമ്മുടെ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവും ഇല്ലാണ്ട്, ഒരു മുൻവിധിയും ഇല്ലാണ്ട് ഹൃദയം എന്താണ്? ഹൃദയം അങ്ങോട്ട് സ്റ്റോപ്പ് ആവുകയാണ്. അയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നല്ലേ, ഒരു കാരണവുമില്ല, ഒരു അസുഖമോ ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കും. ഒരു കാരണവും ഇല്ലാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹൃദയം നിൽക്കുന്നതിനെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാം, ഹൃദയം മിടിക്കാതിരിക്കുക. ഓക്കെ. അതിന് പ്രത്യേകിച്ച് ഏജോ പ്രത്യേകിച്ച് ജെൻഡറോ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അതിനെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. പക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൃദയത്തിന്റെ മസിൽസുകൾക്ക് ഹൃദയത്തിന്റെ മസിൽസുകൾ നശിക്കുക. എന്നിട്ട് എന്താണ്? പ്രോപ്പർ ആയിട്ട് ഹൃദയത്തിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതിരിക്കുക. ചിലവർ പറയില്ലേ, ഇത് ഒന്നാമത്തെ അറ്റാക്കാണ്, രണ്ടാമത്തെ അറ്റാക്കാണ്, മൂന്നാമത്തെ അറ്റാക്കാണ്, മൈനർ അറ്റാക്കാണ് എന്നൊക്കെ പറയും. ഈ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കണമെന്നില്ല. നല്ല നെഞ്ചുവേദന സംഭവിക്കും, ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ആവില്ല, മരണം സംഭവിക്കില്ല. ഓക്കെ. പക്ഷെ എന്താ സംഭവിക്കുക? പെട്ടെന്ന് മരണം സംഭവിക്കില്ല. നമ്മൾക്കൊരു സൂചന തരും നമ്മുടെ ശരീരം, അറ്റാക്ക് വന്നു. അപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കാർഡിയാക് അറസ്റ്റ് അങ്ങനെയല്ല. ഒരു കാരണമില്ലാണ്ട് ഹൃദയം സ്റ്റോപ്പ് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാർഡിയാക് അറസ്റ്റില്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത് അങ്ങനെയല്ല. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്കൊരു സൂചന തരും, അറ്റാക്ക്. അപ്പോൾ രണ്ടാമതും മൂന്നാമതും നാലാമതൊക്കെ ചിലപ്പോൾ അറ്റാക്കുകൾ ഇങ്ങനെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് കൂടുതലും ഈ ഡയബറ്റിക് കൊളസ്ട്രോൾ പേഷ്യൻസിനാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. പക്ഷെ കാർഡിയാക് അറസ്റ്റ് ആർക്കും വരാം. ഓക്കെ. മനസ്സിലായോ? മനസ്സിലായോ? കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണ്. മീൻസ് പെട്ടെന്ന് എസ് വർക്ക് ആവാതിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് AV വർക്ക് ആവാതിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഹൃദയം സ്റ്റോപ്പ് ചെയ്യുക, ഒരു കാരണവുമില്ല. പക്ഷേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല.
ഈ ബ്ലഡ് പ്രോപ്പറായിട്ട് ഒഴുകാത്ത കാരണം കൊണ്ടാണ് അറ്റാക്ക് വരുന്നത്. കാരണം അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാകാം. കൊളസ്ട്രോൾ കാരണം കൊണ്ട് ഈ ബ്ലഡ് വെസൽസിന്റെ അകത്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിടക്കും. അപ്പൊ അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ സർക്കുലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ അണ്ടറിൽ തന്നെ ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. അതൊരു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാവുന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആ, മനസ്സിലായി. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസും ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പൊ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. അപ്പൊ നമ്മുടെ L3 L15 കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഓക്കെ ആണോ? ആ, ഓക്കെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിർത്താം. അടുത്ത ക്ലാസ് നാളെ എടുക്കാം കേട്ടാ. ആ ഓക്കെ ആ ഓക്കെ, ഓക്കെ. ശരി.